പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോവുകയാണ്. ആൻഡ് ഐ വിൽ ഷോ യു മൈ ഫ്രണ്ട്. സോ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മി. ആൻഡ് ദിസ് വൺ ഈസ് ജബ, ഹർഷ. സോ നിങ്ങൾ ഇത് കേൾക്കണം. ഇവിടെ ഇരുന്ന് പറയുകയാണ് ഒരു മനുഷ്യൻ എൻ്റെ വീഡിയോ കാണില്ല, പക്ഷെ നിങ്ങൾ കാണില്ലേ. എന്നിട്ട് നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോയി. ഭയങ്കര തിരക്കായിരുന്നേ. അന്ന് വിജയദശമി ദിവസമായിരുന്നു. നമ്മൾ അമ്പലത്തിൽ ചെന്നു, തെയ്യമൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ ഇപ്പം വയനാട്ടിലേക്ക് പോവുക. നിങ്ങളിങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സാരി എടുത്ത് വയനാട്ടിലേക്ക് പോകുന്നത്? പക്ഷെ ഞങ്ങൾ പോവും. അതാണ് ഞങ്ങളുടെ ഒരു ഇത്. അതിനുശേഷം വയനാട്ടിൽ ചെന്ന് അപ്പം മലയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ലൈക്ക് ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഭയങ്കര കോടയായിരിക്കും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേരും വയനാട് പോണത്. ഭയങ്കര കോടയായിരിക്കും എന്നൊക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് പോയി. കുറച്ച് സ്ഥലം എത്തിയപ്പം നമ്മളോട് പറഞ്ഞ് ചുരം എപ്പോൾ എത്തുമെന്ന്. ലൈക്ക് വി വേ സോ എക്സൈറ്റഡ്. ചുരം എപ്പോൾ എത്തും. നമ്മൾ കുറച്ച് നേരം നോക്കും, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും. പിന്നെയും കുറച്ച് അടിമാലി എന്നെന്തോ പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ലൈക്ക് ഇടുക്കിയിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അപ്പുറം ചുരം എന്ന് ചിന്തിച്ചു. പിന്നെയും ചുരം എത്തിയില്ല. ലൈക്ക് വെയിറ്റിംഗ് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രകൃതിയൊക്കെ മാറി വന്നു. അപ്പോഴേക്കും ഹർഷയാണെങ്കിൽ പറയാം ഇതാണ് അവൾ നിൽക്കുന്നത്, അവൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ പറയുമായിരുന്നു. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ വൈബ് ചെയ്ത് ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര സുഖമായിരിക്കില്ല. ഇതേ നമ്മൾ ചുരത്തിൽ ചെന്നപ്പോഴേക്കും ഇച്ചിരി പാൽച്ചുരമാണ് ഇത്. കുറച്ച് കയറിയപ്പോഴാണ് മനസ്സിലായത് ഫുൾ ബ്ലോക്ക് എന്ന് വെച്ചാൽ വണ്ടി മുകളിലേക്കും താഴേക്ക് ആ ചുരം തന്നെ കടന്നു വരണ്ടേ. ആ സമയത്ത് എന്തോ ആർക്കാണ്ടൊക്കെ വണ്ടി മര്യാദയ്ക്ക് ഓട്ടിക്കാണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്നാണ് ഞങ്ങളോട് ഗൗതം പറഞ്ഞത്. ലൈക്ക് വി ഡോണ്ട് നോ വാട്ട്സ് ദ റീസൺ, ബട്ട് ഞങ്ങൾ ചില്ലിങ് ആയിരുന്നു. ഗൗതം പക്ഷേ ഇതൊന്ന് മാറിയിട്ടാണ് നമുക്ക് മുകളിലേക്ക് കയറാൻ എന്നൊക്കെ ആൾ ടെൻഷൻ അടിച്ചിരിക്കുക. ഒന്ന് മാറ്റി ചേട്ടാ ഇങ്ങനെ എല്ലാവർക്കും വഴിയൊക്കെ പറഞ്ഞു കൊടുക്കണം. ബട്ട് വി വർ ചില്ലിങ്. അതിനുശേഷം നമ്മൾ പോയപ്പോൾ ഇങ്ങനെ ഒരു പാടം പോലത്തെ സ്ഥലങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തൃശ്ശൂരുള്ളവർക്ക് പുള്ള ഓർമ്മ വന്നോ? ലൈക്ക് അത് പുള്ളു പോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളവിടെ വയനാട് എത്തി. ഓക്കെ ഗൈസ്, സോ ഇനി നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. എല്ലാവരും കാണണം കേട്ടോ.